ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും വിധികർത്താക്കളാകുന്നത് സോഷ്യൽ മീഡിയ ആണ്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണ് പോക്സോ നിയമങ്ങളെ കുറിച്ചുള്ളത്. പോക്സോ നിയമങ്ങൾ എന്തോ ആൺകുട്ടികളെ കുറ്റക്കാരാക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണെന്നും അതുപോലെ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണെന്നുമാണ് ആ തെറ്റിദ്ധാരണകൾ. യഥാർത്ഥത്തിൽ എന്താണ് പോക്സോ നിയമം? പോക്സോ നിയമം ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? നമുക്ക് ചോദിക്കാം. പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷ നൽകുന്നതും അവർക്കെതിരായിട്ടുള്ള ഒഫൻസസിനെതിരായിട്ടുള്ള പനിഷ്മെൻറ്റ് നടപ്പിലാക്കുന്നതുമായിട്ടുള്ള ഒരു നിയമമാണ്. അത് പർട്ടിക്കുലർലി പെൺകുട്ടികളുടെ മാത്രമല്ല, ആൺകുട്ടികളാണെങ്കിലും പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും. അതായത് പ്രായപൂർത്തിയാകാത്ത അവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ഗ്രാവിറ്റിയെക്കുറിച്ച് മനസ്സിലാകാത്ത മൈനേഴ്സായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ പ്രൊട്ടക്ഷൻ അത് നിയമവിരുദ്ധമാണ്. മാത്രമല്ല പനിഷബിളാണ്, ബെയിൽ കിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി സെക്ഷൻസ് പറയുന്നത്. എല്ലാ നിയമത്തിൻ്റെ അടിസ്ഥാനം പ്രായപൂർത്തി എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് നിയമം കൂടുതൽ ശിക്ഷ കൊടുക്കുന്നത്. 18 വയസ്സാകാത്ത കുട്ടികൾ ഒരു സോഷ്യൽ സർക്കംസ്റ്റൻസിൽ അവർ ചെയ്യുന്ന തെറ്റുകളുടെ ഗ്രാവിറ്റി അറിയാത്തവരാണെന്നുള്ള ഒരു നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ഇന്ത്യൻ നിയമങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജുവനൈലായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കുന്നത്. ശിക്ഷ ഇളവ് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മറ്റ് സാധാരണ ജയിലുകളിൽ ഇടാതെ ജുവനൈൽ ഹോമുകളിൽ താമസിപ്പിക്കുകയും അവർക്ക് ശിക്ഷയുടെ ഇളവ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്റ്റും കൂടി ഉണ്ട്. കാരണം ഇന്ത്യയിൽ പ്രായപൂർത്തിയാകുന്ന ഡേറ്റാണ് 18 വയസ്സ്. പ്രായപൂർത്തിയായ ആൾക്കാണ് വോട്ടവകാശമുള്ളത്. പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് ശിക്ഷ നടപടികളായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ പ്രായപൂർത്തിയാകുന്ന പുരുഷന്മാർ ആണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ള ഒരു ബോധമുണ്ടാകേണ്ടത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നമ്മളുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്, അതായത് അവർക്ക് എന്താണ് ചെയ്യുന്നതെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വ്യക്തത ഇല്ലാത്തതും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് ആ വ്യക്തത ഉണ്ടാവുകയും ഇനി ഈവൻ കൺസെൻ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ നിയമത്തിൻ്റെ ഇന്ത്യൻ നിയമത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ കൺസെൻറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്നുള്ള ബോധ്യം അവർക്കില്ല. ഈ സൊസൈറ്റി ഈ വിഷയങ്ങളെ കാണുന്ന ഒരു ആസ്പെക്റ്റിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായ പെൺകുട്ടികളാണ് തെറ്റുകാരികൾ എന്നുള്ള രീതിയിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റുള്ള ആളുകളായാലും ഇത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ ഈ പോക്സോ കേസുകളല്ല, പോക്സോ അമ്മമാർ, പ്രായപൂർത്തിയാകാത്ത അമ്മമാർ ഈ കഴിഞ്ഞ വർഷം 12,993 എന്നുള്ളതാണ് കണക്ക്. ഇത് സർക്കാരിൻ്റെ കണക്കാണ്. അപ്പോൾ ഈ പോക്സോ വിക്ടിംസ് എത്രയുണ്ടാവും? അമ്മമാരാകാത്ത കുറേ ആളുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ എത്രയുണ്ടാവും? ഇത് തന്നെ വലിയൊരു സംഖ്യയാണല്ല. അതായത് ഇപ്പോൾ പോക്സോ വിക്ടിംസ് ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അസൾട്ടിന് വിധേയമായിട്ട് അവർക്ക് ഇതാണ് അവർക്ക് സംഭവിച്ചതെന്ന് അറിയാതെ ഈ അബോർഷൻ പോലും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അമ്മമാരാവുന്നത്. ഒരു സോഷ്യലി എന്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പോക്സോ ആക്ടിൻ്റെ കീഴിൽ വരുന്നു എന്ന് ചോദിച്ചാൽ അവർക്കിതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അത് തന്നെയാണ് ഈ അമ്മമാരിങ്ങനെ ആവണതിൻ്റെ കാര്യം, അമ്മമാരുണ്ടാവുന്നതിൻ്റെ കാര്യം. പ്രായപൂർത്തിയായ ആളുകൾക്കാണെങ്കിൽ അറിയാം, 1 മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്നറിയാം, ആ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർക്കറിയില്ല. അപ്പോൾ ആ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നതിനെതിരായിട്ടാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. എന്താണ് ശിക്ഷ? നമുക്ക് കേസ് വിസ്താരത്തിലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് ജാമ്യം കിട്ടില്ല. പോക്സോ കേസിൽ ജാമ്യം കിട്ടില്ല. മറ്റത് ശിക്ഷ സാധാരണ എവിഡൻസ് ആക്ട് എടുക്കുന്നത് പോലെ എവിഡൻസ് എടുത്ത് ആദ്യം അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ കേസ് അന്വേഷിക്കുന്നു, പ്രതിയാണെന്ന് കൺഫേം ചെയ്യുന്നു, ചാർജ് ഫ്രെയിം ചെയ്യുന്നു, അത് ചാർജ് സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം എവിഡൻസ് എടുക്കുന്നു. എവിഡൻസ് എടുത്ത് മിക്കവാറും എല്ലാ കേസുകളിലും പോക്സോ ഇപ്പോൾ വിക്ടിംസ് കൂറുമാറും. പല ആളുകളും ഈ ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും ഈ പ്രതികൾ. മാമനോ അപ്പാപ്പനോ അല്ലെങ്കിൽ അയൽക്കാരനോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അത് മറ്റ് ഇൻഫ്ലുവൻസുകളൊക്കെ വെച്ച് ഈ വിക്ടിംസ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ
പിന്നെ അത് അല്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ മാറും. അവരുടെ പ്രൊട്ടക്ഷനൊന്നും സത്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജുവനൽ ഹോമിൽ കൊണ്ടിടണത്. പോക്സോ വിക്ടിംസ് എന്തെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടല്ലോ. അപ്പോൾ ജുവനൽ വിക്ടിംസ് എന്താ, ജുവനൽ കോടതി അല്ലെങ്കിൽ ജുവനൽ ഹോമുകളിൽ ഇടുന്നത് പ്രതികളെയാണ്, കുഞ്ഞു പ്രതികളെ, കുട്ടികളായിട്ടുള്ള പ്രതികളെയാണ്. പക്ഷെ ആ പ്രതികളുടെ കൂടെയാണ് ഒരു തെറ്റും ചെയ്യാത്ത വിക്ടിംസിനെ കൊണ്ടുപോയി ഇടുന്നത്. അവരെ സംരക്ഷിക്കുന്നതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം നമ്മളുടെ ഇവിടെ ഇല്ല. അതൊരു ആധുനിക കേരള സമൂഹത്തിൽ, നമ്മളിപ്പോൾ കേരളം നമ്പർ 1 എന്ന് വിശ്വസിക്കുന്ന എല്ലാ കാര്യത്തിലും, നമ്മളെ സംബന്ധിച്ച് ഈ ആധുനികവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇത്തരം വിക്ടിംസിന് അവരുടെ പഠനം, അവരെ വളർച്ച, അവർക്ക് ഉദ്യോഗം, അവരുടെ ജീവിതം, ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതൊക്കെ ഗവൺമെൻറ്റാണ്. ആ നിലയിലുള്ള ഒരു സിസ്റ്റം നമുക്കിവിടെ ഇല്ല. പോക്സോ കേസുകളിൽ പ്രതികളാവുന്നവർ ഇപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ കൂടുതലും വരുന്നത് പ്രണയബന്ധങ്ങൾ വഴിയുള്ള പ്രതികളാണോ അതോ ഈ പറയുന്ന പോലെ ഫാമിലിയാണ് അധികം. പ്രണയബന്ധങ്ങൾ, പ്രണയത്തിൽ ചതിക്കപ്പെടുന്നവരാണ്, ചതിച്ച് കുട്ടികളെ കൊണ്ടുപോകുന്നവരാണ്. മറ്റത് അങ്ങനെയല്ലല്ലോ. അത് കൃത്യമായിട്ടും അവരുടെ സാഹചര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് നിരായുധരായിട്ടുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു സംഭവമാണ് കുടുംബങ്ങളിൽ നടക്കുന്നത്.